ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്കെല്ലാം അറിയാം അഖിൽ മാരാർ എന്ന ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നറിനെ. പ്രേക്ഷക സൈഡിൽ നിന്നും സീസൺ 5 മികച്ചൊരു വിജയം നേടാൻ സാധിച്ചില്ലെങ്കിലും അഖിൽ മാരാർ എന്ന കണ്ടസ്റ്റന്റിനെ പ്രേക്ഷകരൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു. എതിരാളികളില്ലാതെ സീസൺ 5ന്റെ വിജയം ഉറപ്പിച്ച വ്യക്തിയായിരുന്നു അഖിൽ മാരാർ. വാക്ചാതുര്യം തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് അഖിൽ മാരാരെ ഇഷ്ടപ്പെടാനുള്ള കാരണവും. ബിഗ് ബോസിലെ വിജയത്തിന് ശേഷവും മറ്റു പല ബിഗ് ബോസ് വിജയികളെയും പോലെ അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയും പോലെ ലൈവ് ലൈറ്റിൽ ഇല്ലാതെ പോയില്ല അഖിൽ മാരാർ. തൻ്റെതായ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ വഴി രേഖപ്പെടുത്തിയും സ്വന്തം കഴിവുകൊണ്ട് ആഗ്രഹിച്ചതെല്ലാം വെട്ടിപ്പിടിക്കുന്ന അഖിൽ മാരാറെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിനിടയിൽ പല ആരോപണങ്ങൾ നടത്തുകയും ആരോപണങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്തു. അതിൻ്റെയൊക്കെ പേരിൽ ഒട്ടനവധി ട്രോളുകൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോഴും തൻ്റെ കുതിപ്പ് തുടരുകയാണ് അഖിൽ മാരാർ. ബിഗ് ബോസ് മലയാളം സീസൺ 5ന്റെ വിജയം പോലെ തന്നെ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ അഖിൽ മാരാരും മത്സരിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ ജനങ്ങൾ നൽകിയ സ്വീകാര്യത ഇലക്ഷനിലും നൽകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസിൽ വരും മുൻപ് തന്നെ സ്വതന്ത്രനായി മത്സരിച്ച് മുൻപരിചയമുള്ളത് കൊണ്ട് തന്നെ അടിപതറില്ല എന്ന് കരുതാം. സ്വതന്ത്രനായി മത്സരിച്ച് തോറ്റ പോലെ ആകുമോ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ മത്സരിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ അറിയാം. എന്തായാലും സോഷ്യൽ മീഡിയകളിൽ പതിവ് പോലെ തന്നെ വെല്ലുവിളികളും തന്റെ അഭിപ്രായങ്ങളും എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബിഗ് ബോസ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അഖിൽ മാരാരുടെ രാഷ്ട്രീയ ഭാവി എന്താകും? ബിഗ് ബോസിൽ കൊടുത്ത സപ്പോർട്ട് ഇപ്പോഴും നിങ്ങൾ പ്രേക്ഷകർ കൊടുക്കുന്നുണ്ടോ എന്നും. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.